ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് പ്രൊഫഷൻ എന്ന് പറയുന്നത് സെയിൽസ് ആണ്. എന്നാൽ പല ആളുകൾക്കും ഇതിലേക്ക് കടന്നു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മുകളിൽ നിന്നുള്ള പ്രഷർ, അതായത് ബോസിൽ നിന്നുള്ള പ്രഷർ കിട്ടുന്നു, അത് ഭയന്നാണ് പല ആളുകളും സെയിൽസ് ചെയ്യുന്നത്. അല്ല, ഇത്ര ടാർഗറ്റ് ഫില്ല് ചെയ്യാറുണ്ട്, അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ വഴക്ക് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ അതും ഇതും പറയും. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പല ആളുകളും കഷ്ടപ്പെട്ടൊക്കെ മന്തിൻ്റെ ഒക്കെ ആകുമ്പോഴത്തേനും അവരുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഈ ഒരു സെയിൽസിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, വളരെ ആഴത്തിൽ അത് പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെയും പ്രഷർ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, അനായാസമായിട്ട് ഈ ഒരു മേഖല വിജയിക്കാനായിട്ട് സാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ശരിക്കും സെല്ലിങ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് സെയിൽസ് പേഴ്സണായിട്ട് മാറാനായിട്ട് സാധിക്കുന്നത്, എങ്ങനെ വളരെ അനായാസമായിട്ട് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക മറക്കരുത്. അങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, കസ്റ്റമേഴ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കുക? നിങ്ങൾ പ്രോഡക്റ്റിനെ കുറിച്ചോ ബ്രാൻഡിനെ കുറിച്ചോ പറയുന്നതിന് മുമ്പായിട്ട് ആളുകളുമായിട്ട്, കസ്റ്റമറുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്യണം. ഇതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സമീപനമാണ് ഇതിനകത്ത് കൂടുതലും. ഒരു 90% മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സമീപനമാണ്. ആളെ മനസ്സിലാക്കി സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന, അതിപ്പം വെർച്വൽ മീറ്റിംഗ് ആയാലും ഫിസിക്കൽ മീറ്റിംഗ് ആയാലും, നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന ആളിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി വേണം സംസാരിക്കാനായിട്ട്. വെറുതെ നിങ്ങൾ പ്രോഡക്റ്റ് കൊള്ളാം, ഞങ്ങളുടെ സർവീസ് മികച്ചതാണ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലൊന്നും ആളുകൾ പ്രോഡക്റ്റുകൾ വാങ്ങത്തില്ല. ഓക്കെ, അതൊരു എനർജി ലെവലുള്ള ഒരു ഗെയിമാണ് ശരിക്കും. അതായത് നിങ്ങളുടെ എനർജിയും അയാളുടെ എനർജിയും ഒന്ന് മാച്ചാവണം, ഒന്ന് കണക്റ്റഡ് ആവണം. എങ്കിൽ മാത്രമേ ആ ഒരു ബ്രാൻഡിനോടോ പ്രോഡക്റ്റിനോടോ അയാൾക്ക് ഒരു താല്പര്യം തോന്നി അവർ ബൈയിങ് സിഗ്നൽ തരത്തുള്ളൂ, മേടിക്കാനായിട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ശരിക്കും എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഏതാണ്ട് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് 15 വർഷങ്ങൾക്ക് മുകളിലായി. ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. ശരിക്കും ഞാൻ ആരോടും സംസാരിക്കത്തില്ലായിരുന്നു. ആ സമയത്ത് ഒരു പ്രോഡക്റ്റ് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ആരുമായിട്ടും സംസാരിക്കത്തില്ല. എൻ്റെ കൂടെ വന്നിരുന്ന ആൾക്കാരാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എന്ത് സംസാരിക്കണം, ഞാൻ പറഞ്ഞാൽ തെറ്റുമോ, എനിക്കതിനെക്കുറിച്ച് നോളജ് ഇല്ല, എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ആളുകളെ കണക്ട് ചെയ്യേണ്ടത്, ഒരു ഐഡിയ ഇല്ല, 1% പോലും നോളജ് ഇല്ല. എനിക്ക് ആദ്യമൊക്കെ ഒരു അസ്വസ്ഥതയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു ആളുകളെ ഫേസ് ചെയ്യാൻ തന്നെ. ഏതാണ്ട് ഞാൻ 1 വർഷത്തോളം പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തു. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ, കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ ഒക്കെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ എന്നിട്ടും എനിക്ക് സെയിൽസിൽ വിജയിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഏതോ ഒരു നിമിഷത്തിൽ തന്നെ സംസാരിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ മനസ്സിലായി, നമ്മൾ തന്നെ സംസാരിക്കാതെ ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. തെറ്റുമോ എന്ന് പേടിച്ചിട്ടോ, അല്ലെങ്കിൽ നോളജ് ഇല്ല എന്ന് പറഞ്ഞിട്ടോ, പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ലിമിറ്റഡ് നോളജോ ഉണ്ടെന്ന് നമ്മൾ ധരിച്ചാലോ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം മറന്നിട്ട് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് തുടങ്ങി, സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. ആളുകളുടെ മനഃശാസ്ത്രം അനുസരിച്ച്, ആളുകളുടെ ബിഹേവിയറൽ പാറ്റേൺ അനുസരിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോൾ സെയിൽസ് ഞാൻ ആസ്വാദ്യകരമാക്കാനായിട്ട് തുടങ്ങി. ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച്, അതെങ്ങനെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാമെന്ന് ചിന്തിച്ചില്ല. അതാണ് പോയിന്റ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു കസ്റ്റമർ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ അയാൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുക എന്നുള്ളൊരു മനോഭാവത്തോട് നിങ്ങൾ സമീപിച്ച് കഴിഞ്ഞാൽ ആ സെയിൽസ് അവിടെ നടക്കത്തില്ല. മറിച്ച് അയാളുമായിട്ടുള്ളൊരു സൗഹൃദം, അയാളുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്യുക, ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് സെയിൽസ് അവിടെ സംഭവിച്ചിരിക്കും, ഓട്ടോമാറ്റിക്കലായിട്ട് സംഭവിച്ചിരിക്കും. അപ്പോൾ ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നിങ്ങൾ പ്രോഡക്റ്റിനെ കുറിച്ചോ ബ്രാൻഡിനെ കുറിച്ചോ വളരെ ആധികാരികമായിട്ട് പറഞ്ഞതുകൊണ്ട് സെയിൽസ് നടക്കണമെന്നില്ല. നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ സ്ഥാപിക്കണം ആദ്യം. ഫിസിക്കൽ മീറ്റിംഗ് ആണെങ്കിലും ഇനി വെർച്വൽ മീറ്റിംഗ് ആണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ഒരു റാപ്പോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതൊരു എനർജി ട്രാൻസ്ഫോർമേഷനാണ് ശരിക്കും. 1-to-1 സെയിൽസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. 1-to-1 സെയിൽസിൽ ഒരു എനർജി ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങളുടെ എനർജി അയാളുടെ എനർജി ഒന്ന് മാച്ചാകുമ്പോഴാണ് ഇവിടെ സെയിൽസ് സംഭവിക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരിലേക്ക് ചാനലായിട്ട് പോവുകയുള്ളൂ. ഒരു ബ്രിഡ്ജ്
ക്രിയേറ്റ് ചെയ്യുക. കസ്റ്റമറും നിങ്ങളുമായിട്ടൊരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യുക. ആ ബ്രിഡ്ജിലൂടെ മാത്രമേ ട്രാൻസാക്ഷൻ നടക്കത്തുള്ളൂ. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എൻഡ് റിസൾട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അയ്യോ ഇയാൾ മേടിക്കുമോ മേടിക്കത്തില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി, എനിക്ക് നോളജ് കുറവാണ്, ഒന്നും ചിന്തിക്കരുത്. നമുക്കറിയാം പലതരത്തിലുള്ള സെയിൽസ് മെത്തേഡുകളുണ്ട്. ബർഗർ സെയിൽസ് എന്നൊക്കെ പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള സമ്പ്രദായങ്ങൾ സയൻറ്റിഫിക്കലി ട്രെയിനേഴ്സ് പറയാറുണ്ട് ഇതിനെക്കുറിച്ച്. എന്നാൽ ഇതിനേക്കാൾ ഉപരി എത്ര വലിയ സയൻസ് നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞാലും ഹ്യൂമൻ സൈക്കോളജി അല്ലെങ്കിൽ ആളുകളുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഒരു കാരണവശാലും അവിടെ സെയിൽസ് സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് സെയിൽസിൽ വിജയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു മനഃശാസ്ത്രം പഠിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ആളുകളെ കണ്ടേ ഒക്കത്തുള്ളൂ. കാരണം ഞാൻ സംസാരിക്കത്തില്ല, ഞാൻ പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കാം, ഞാൻ പ്രോഡക്റ്റിനെ കുറിച്ച് ടെക്നിക്കൽ നോളജ് ഞാൻ വന്നിട്ട് സംസാരിക്കാം, എനിക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം വരട്ടെ, അദ്ദേഹം എന്തെങ്കിലും ചോദ്യങ്ങളോ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും, ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം ആ ക്വസ്റ്റ്യൻസ് എല്ലാം മാറ്റി വെക്കുക. ഡയറക്റ്റ് കസ്റ്റമർ, നമ്മളെല്ലാം മനുഷ്യരാണ് അല്ലേ, എല്ലാവരും മനുഷ്യരാണ്. നിങ്ങൾ കാണാൻ പോകുന്ന ആളും ഒരു മനുഷ്യനാണ്. ടെക്നിക്കൽ നോളജ് അതൊക്കെ സെക്കൻഡറിയോ തേർഡ് ലെവലോ ആണെന്ന് പറയാം. ആദ്യം ആളിനെ കണ്ട് ആളുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്യുക, ഒരു എനർജി ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ തിങ്. സെയിൽസിലെ ഒരു 90% സംഭവിക്കുന്നത് അവിടെ നിന്നാണ്. അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റും സെല്ല് ചെയ്യാം. സെല്ലിങ് വളരെ ഈസി ആയിട്ടുള്ളൊരു ഒരു കലയാണ്. ഇറ്റ്സ് ആൻ ആർട്ട്. പലപ്പോഴും നിങ്ങളൊരു ഒരു ഒരു സ്റ്റോറിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ബ്രാൻഡിൽ നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റോറി വഴി വേണം ആളുകളെ കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇല്ലെങ്കിൽ ഒരിക്കലും അയാൾക്ക് നിങ്ങളുമായിട്ടൊരു ഒരു കണക്ഷൻ സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ടോ ബ്രാൻഡുമായിട്ടൊരു കണക്ഷൻ സംഭവിക്കത്തില്ല. ബൈയിങ് ഇസ് അതെന്താണ്, ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ബൈയിങ് എന്ന് പറയുന്നത്. ബൈയിങ് സിഗ്നൽ, യെസ് ഞാൻ ആ പ്രോഡക്റ്റ് മേടിക്കാം, യെസ് ഐ വാണ്ട് ദിസ് പ്രോഡക്റ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, എനിക്ക് വേണം ഈ പ്രോഡക്റ്റ്, ഓക്കെ എത്ര രൂപയാണ് ഞാൻ തരേണ്ടത് എന്ന് ചോദിക്കണമെങ്കിൽ അതൊരിക്കലും നിങ്ങൾ വലിയ ടെക്നിക്കൽ നോളജ് ഷെയർ ചെയ്തുകൊണ്ടോ വളരെ ആധികാരികമായിട്ട് ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടോ ആയില്ല. മറിച്ച് ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വാക്ക് കസ്റ്റമർ പറയത്തുള്ളൂ, ക്ലയൻറ്റ് പറയുകയുള്ളൂ. അതുകൊണ്ട് അവരുടെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ കപ്പാസിറ്റി നിങ്ങൾക്കോ നിങ്ങളുടെ പ്രോഡക്റ്റിനോ നിങ്ങളുടെ സർവീസിനോ ഉണ്ടായിരിക്കണം. അതായത് കസ്റ്റമറുടെ ഒരു പ്രോബ്ലത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഓഫറും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമാണ് അവിടെ സെയിൽസ് നടക്കുക. ഓക്കെ, നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ബേസ്ഡ് ഓൺ ക്ലയൻറ്റ്സ് നേച്ചർ. അതായത് നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന ആളിൻ്റെ മാനസിക നില അറിഞ്ഞ് സംസാരിക്കുക. ഓക്കെ, ഒരുപക്ഷെ അദ്ദേഹം എന്തെങ്കിലും ഫംഗ്ഷന് പോകാനിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻസ്ഡായിട്ടുള്ള വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം മനുഷ്യനാണ്, ടെൻഷനുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി വേണം സംസാരിക്കാനായിട്ട്. ഓക്കെ, അദ്ദേഹത്തിന് ഒരു അർജൻറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും ഞാനൊരു 1 മണിക്കൂർ തരാം, നിങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ അതിനെ ആ രീതിയിൽ വേണം സംസാരിക്കാനായിട്ട്. അതിന് പ്രത്യേകിച്ചൊരു രീതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു രീതി ഇല്ല എന്നാണ് പറയേണ്ടത്. ശരിക്കും അത് എന്താണ്, അത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഈ എങ്ങനെ റാപ്പോ ബിൽഡ് ചെയ്യാം, എങ്ങനെ കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യാം, ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ബാലൻസാണ്. അത് നിങ്ങൾക്കത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ആളുകളെ കണ്ടുകൊണ്ടേയിരിക്കണം. സീ മോർ പീപ്പിൾ, കൂടുതൽ ആളുകളെ നിരന്തരമായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റും ബ്രാൻഡുമായിട്ട് അല്ലെ സർവീസുമായിട്ട് സംസാരിക്കാണ്ട് നിരന്തരമായിട്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിതം പിടികിട്ടും. ആ ഒരു താളം, ക്ലയൻറ്റിൻ്റെ ഒരു താളം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഒരിക്കലും സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കരുത്. ഡോണ്ട് ഫോക്കസ് ഓൺ ഹൗ ടു സെൽ, എങ്ങനെ സെല്ല് ചെയ്യാം എന്ന് മാത്രം ചിന്തിക്കരുത്. ഓക്കെ, മറിച്ച് കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള അവരുടെ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ബ്രിഡ്ജ് അവിടെ ഓപ്പൺ ആവും. അപ്പോൾ അവിടെ സെയില് സംഭവിച്ചോളൂ, ഓട്ടോമാറ്റിക്കലി സെയിൽ അവിടെ സംഭവിച്ചോളും. അതുപോലെ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക, സെല്ല് ചെയ്യാനായിട്ട് കള്ളത്തരം പറയരുത്. ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് മേഖലകളുണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. പല ആളുകളും കള്ളം പറഞ്ഞ്
പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും കള്ളം പറഞ്ഞ് സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതൊരിക്കലും ലോങ് ടൈം ഗെയിം ആയിരിക്കത്തില്ല, ഷോർട്ട് ടൈം ഗെയിം ആയിരിക്കും. ഒരുപക്ഷെ അവിടെ ട്രാൻസാക്ഷൻ നടക്കാം, നടക്കാം. അത് വലിയൊരു ഗുരുതരമായ വീഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഒരു കാരണവശാലും അതിന് ചെയ്യില്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് ഉള്ള കാര്യം മാത്രമേ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാവുള്ളൂ. ഈവൻ ഒരു ബ്രാൻഡ് വലിയ ഈ പറഞ്ഞ പോലെ ലിവൈസ് അല്ലെങ്കിൽ വലിയ നമുക്കറിയാം വലിയ വലിയ ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ വലിയ ബ്രാൻഡഡ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ആളായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ ഒരിക്കലും മറ്റൊരു ലോക്കൽ മിഡിൽ ബ്രാൻഡോ ലോ ക്ലാസ് ബ്രാൻഡോ യൂസ് ചെയ്യാത്ത വ്യക്തിയായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ബിഹേവിയർ പാറ്റേൺ അനുസരിച്ച്, നിങ്ങൾ കസ്റ്റമറോട് ഡീൽ ചെയ്യുന്ന രീതി അനുസരിച്ച് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ കസ്റ്റമർ ആക്കാനായിട്ട് സാധിക്കും. ഇതാണ് കാരണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിവൈസിൻ്റെ ടീഷർട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം അത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നൈക്കിയുടെ ടീഷർട്ട് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. നിങ്ങൾ ചെല്ലുന്ന ഒരു വളരെ കുറഞ്ഞ ഒരു ബ്രാൻഡാണ്, അല്ലെങ്കിൽ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വന്ന ഒരു ബ്രാൻഡാണ്. നിങ്ങൾ ആ കസ്റ്റമറിനോട് ബിഹേവ് ചെയ്യുന്ന രീതി ഇതിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അദ്ദേഹം ആ പ്രോഡക്റ്റ് നിരന്തരമായിട്ട് നിങ്ങളിൽ നിന്ന് മേടിക്കും. ബ്രാൻഡിനെ മറന്ന് അതാണ് ആ ഒരു എനർജി ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അത് നിങ്ങൾ സംഭവിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിരന്തരമായിട്ട് നിങ്ങൾ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും സെയിൽസിൽ ഫോക്കസ് ചെയ്യരുത്. സെയിൽസ് സംഭവിക്കും, അത് സംഭവിച്ചോളും. അതിൻ്റെ പുറകെ ഹൗ ടു സെൽ എന്ന് ചിന്തിക്കാൻ പാടില്ല. ബി ഒതൻറ്റിക് ആയിരിക്കണം, വളരെ സത്യസന്ധമായിരിക്കണം, ഒതൻറ്റിക് ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസോ പ്രോഡക്റ്റോ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇതൊരു കലയാണ്, ഇത് ഡെവലപ്പ് ചെയ്യണം. ഇതൊരു ഒരു അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കലയാണിത്. ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സെയിൽസ്. സോ ഇതിനെ ബോസ് പറയുന്നു അല്ലെങ്കിൽ മുകളിൽ നിന്ന് പ്രഷർ വരുന്നു എന്ന് പറഞ്ഞൊരു കാരണവശാലും സെയിൽസ് ചെയ്യാനായിട്ടോ സെയിൽസ് പ്രൊഫഷനിലേക്ക് നിങ്ങൾ കടന്നു വരരുത്. മറിച്ച് ഇതിനെ സ്നേഹിച്ച് കൂടെ ഇരുത്തി സെയിൽസിനെ പ്രണയിച്ച്, സെല്ലിംഗ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയെ പ്രണയിച്ച് ഒരു കാമുകിയാക്കി മാറ്റി അതിനെ ആസ്വദിച്ച് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവിടെ വിജയം സംഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ടോട്ടൽ പരാജയം സംഭവിക്കും. അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് താഴെ കമൻറ്റ് ബോക്സ് ഷെയർ ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.